കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കൊട്ടിയൂർ പാൽച്ചുരം റോഡ് തകർന്ന കല്ലും മണ്ണും റോഡിലേക്ക് വീണതിനാൽ പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയാണ്. ഇനിയും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ ഇതുവഴി പോകുന്ന യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. അതേസമയം കണ്ണൂരിലെ മലയോര മേഖലയിൽ മഴ തകർത്ത് പെയ്യുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയ അവസ്ഥയാണ്. പുളിങ്ങോം കോഴിച്ചാലിൽ തുരുത്തിൽ കുടുങ്ങിയ സ്ത്രീയെ രക്ഷിച്ചു. തുരുത്തിലെ താമസക്കാരിയായ സുമതിയെയാണ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. ആറളത്ത് ചിത്രശലഭ സങ്കേതത്തിലും വെള്ളം കയറി. കോളിത്തട്ടിൽ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും കാരണം ഉളിക്കൽ പഞ്ചായത്തിലെ 3 പാലങ്ങൾ വെള്ളത്തിനടിയിലായി. മാട്ടറ, വട്ടിയാംതോട്, വയത്തൂർ പാലങ്ങളിലാണ് വെള്ളം കയറിയത്. ഒഴുക്ക് ശക്തമായതിനെ തുടർന്ന് കാര്യങ്കോട് പുഴയിൽ കൂടിയുള്ള റാഫ്റ്റിംഗ് താൽക്കാലികമായി നിർത്തിവച്ചു. ഉളിക്കൽ പഞ്ചായത്തിലെ പേരട്ട തൊട്ടിപ്പാലം മേഖലയിൽ വീടുകളിൽ വെള്ളം കയറി. 8 കുടുംബങ്ങളെ സമീപത്തെ നൂറുൽ ഹുദ മദ്രസ കെട്ടിടത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തി. 19 മുതിർന്നവരും 7 കുട്ടികളും ഉൾപ്പെടെ 26 പേരെയാണ് മാറ്റി താമസിപ്പിച്ചത്. ജില്ലയിൽ മഴ തുടരുന്നതിനാലും രാവിലെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലയോര മേഖലയിലുള്ളവർക്ക് കനത്ത ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നിലവിൽ ദുരന്ത നിവാരണ സേന. പാലമാണ് കാണുന്നത്. പാലം കാണത്തില്ല, നമ്മൾ പറഞ്ഞു തെറ്റുണ്ട്. ഇത്ര ഭീകരമായി ക്യാമറമാൻ ദീപുവിനോടൊപ്പം റിപ്പോർട്ടർ ജോമി വന്നേ.